ശ്രീമതി വി കെ സുഹറ, സൂംബ സ്കൂളുകളിൽ നിർബന്ധമാക്കുന്നതിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉന്നയിക്കുന്നവർ നിരത്തുന്ന വാദങ്ങളെക്കുറിച്ച് താങ്കൾക്ക് ബോധ്യമുണ്ടോ? അതിലേതെങ്കിലും ഒരു വാദത്തോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? അങ്ങനെ യോജിപ്പില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു എതിർപ്പ് സൂംബ നിർബന്ധമാക്കുന്നതിന് പിന്നിൽ ഉയർന്നു വരുന്നത്? ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മുടെ ചെറുപ്പങ്ങൾ, നമ്മുടെ ബാല്യങ്ങൾ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലും ഈ ലഹരി മാഫിയയുടെ പിടികളിലൊക്കെ പെട്ട് ഒരുതരം അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും നമ്മുടെ ഈ ചെറുപ്പങ്ങളെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഇത്തരം മാനസിക ശാരീരിക വ്യായാമങ്ങളെ എതിർക്കുകയില്ല. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വസ്ത്രധാരണം മാത്രമല്ല, ആൺ പെൺ ഒരുമിച്ച് ഇരുന്ന് പ്രവർത്തിക്കുന്നതിനുള്ള എതിർപ്പാണ് ഇവർ ശക്തമായി പറയുന്നത്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നിന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വെറും ലൈംഗിക ബന്ധം മാത്രമാണോ? സൗഹൃദം വേണ്ടേ? ഒരു സൗഹൃദം ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ചെറുപ്പങ്ങൾ ഈ നമ്മുടെ അമ്മമാരുടെ മടിയിൽ നിന്ന് അവർ കടന്നു ചെല്ലുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അതുപോലെ തന്നെ പാവപ്പെട്ടവരും പണക്കാരും എല്ലാം ചേർന്നുള്ള സ്ഥാപനമാണ്, പഠിക്കുന്ന സ്ഥാപനമാണ് പിന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം. അത് ഗവൺമെൻറ് എടുത്ത ഈ നിലപാട് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗവൺമെൻറ് ജെൻഡർ ന്യൂട്രലിനെതിരെ ഇവർ വന്നപ്പോൾ അത് പിന്തിരിഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പിന്തിരിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മതയാഥാസ്ഥിതികരുടെ വോട്ട് വാങ്ങി അവർ ജയിക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരത്തിൽ നമുക്ക് നാളേക്ക് വേണ്ട ബാല്യങ്ങളെ നമ്മൾ സംരക്ഷിച്ചു പോരുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് കൊടുത്തും നമ്മൾ അവരെ പിന്തിരിച്ചു പോയി. ഇപ്പോൾ ഈ കാലഘട്ടത്തിനൊന്നും ഇല്ലാത്ത തരത്തിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്ന മാനസിക സംഘർഷങ്ങൾ ഒരുപാടുണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യായാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വ്യായാമം ശാരീരികമായും മാനസികമായും ഒരു ശക്തി പകരുന്ന ഒരു ഡാൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവരെന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് സദാചാരം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഈ വരുന്ന എതിർപ്പുകൾക്ക് പിന്നിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു എതിർപ്പാണെന്നും ഇത് സദാചാരത്തിന്റെ ഭാഗമായി, അതായത് ഒരു മതാധിഷ്ഠിതം എന്ന് പറഞ്ഞുകൊണ്ട് അതിലുണ്ടാകുന്ന ഒരു അസഹിഷ്ണുതയും അതോടൊപ്പം സദാചാരത്തിന്റെ ഒരു വേലിക്കെട്ടും ഉണ്ടാക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉയർന്നു വരുന്ന എതിർപ്പുകൾ എന്നാണോ താങ്കൾ കരുതുന്നത്? കാരണം ഇവിടെ പറയുന്നത് മറ്റു പല കാരണങ്ങൾ കൂടിയാണ്. നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നു, കൂടിയാലോചനകൾ ഉണ്ടായില്ല, ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇതിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് മാറി നിൽക്കാൻ കഴിയണം, ഇത് ഒരു ലഹരിക്ക് എതിരെയല്ല, ഇത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, ഇത് ഒരു മോഡേൺ നൃത്തരൂപമാണ്, നമ്മളെല്ലാം ഈ അനുകരണ കലയിലേക്ക് മാറുന്നു, ഇത് ആഘോഷമായി മാറ്റുകയാണ്, ഇതൊന്നുമല്ല ഇത് പഠിക്കാൻ, ഈ സംസ്കാരം പഠിക്കാനല്ല സ്കൂളിലേക്ക് വിടുന്നത് എന്നൊക്കെയാണ് കാരണങ്ങളായി പറഞ്ഞത്. അതൊന്നുമല്ല, മറഞ്ഞിരിക്കുന്ന വേറെയും കാരണങ്ങളുണ്ട് എന്നാണോ ശ്രീമതി വി പി സുഹറ കരുതുന്നത്? അതെ, ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഒന്നാമത് ഇവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുക, ഒരുമിച്ച് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അസഹിഷ്ണുത ഉണ്ടാക്കുന്നതാണ്. ഇത് മതരാഷ്ട്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മതരാഷ്ട്രമല്ല. മതസംഘടനകളോടൊക്കെ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായ ഒരു കാര്യമാണോ? പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക? ഇപ്പം തന്നെ ഒരു ജാനകിയുടെ പ്രശ്നം വന്ന് അത് കോടതിയിലേക്ക് വരെ കയറേണ്ട ഒരവസ്ഥ വന്ന് ഒരു പേരിൻ്റെ പേരിൽ. അപ്പം ജാനകി, ഫാത്തിമ, ഇതൊക്കെ പേര് വരുമ്പോൾ നമ്മൾ എന്താണ് അതിന് പോലും ഒരു ഈ അസഹിഷ്ണുതകളുടെ മതയാഥാസ്ഥിതികരുടെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനെ തടയിടാൻ നമ്മൾ ഈ സമൂഹത്തിനെ നമുക്ക് നാളേക്ക് വേണ്ട കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അതിനെതിരെ എതിർക്കേണ്ട കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കുട്ടികൾ നാളത്തെ കുട്ടികളാണ്, നാളെ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി അറിയേണ്ട കുട്ടികളാണ്. അവരെ ആഹ്ലാദിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ. അല്ലാതെ അവർ ആത്മഹത്യ ചെയ്തതിന് മാനസിക സംഘർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ മോശമാണോ ഇത്? അത്രയ്ക്ക് മോശമാണോ?
എല്ലാത്തിനെയും മതത്തിൻ്റെ വാതിൽ കെട്ടുന്നത് എന്തിനാണ്? ഇത് മതവിശ്വാസമല്ല, മത അന്ധത എന്നാണ് ഇതിന് പറയുക. മതാന്ധത, മതവിശ്വാസമല്ല, മതാന്ധത. അല്ലാതെ പിന്നെന്താ? മതവിശ്വാസത്തിന് വല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഒരു ഉമ്മനെ ആണിനെ പെണ്ണിനെ പ്രസവിക്കുന്നില്ലേ? ഇത് എന്തൊരു കഷ്ടമാണ്. ഇങ്ങനെ പെൺകുട്ടികളെ എപ്പോഴും വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുക ഇവർ ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? മനസ്സിലാവുന്നില്ല. എല്ലാത്തിനെയും മതത്തിൽ വെച്ച് കെട്ടും. കലാപരമായ കാര്യങ്ങളാണെങ്കിൽ അതിന് മറ്റൊരു വിഭാഗം, അതിങ്ങനെ അതിൻ്റെ പേര് പറയാൻ പാടില്ല, അങ്ങനത്തെ പേര് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഏത് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പരിഷ്കൃതമായി പല മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ പരിഷ്കൃതമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഅബ സ്ഥിതി ചെയ്യുന്ന പിന്നെ സൗദിയിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴെന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതസംഘടനകളോട് ചോദിച്ചിട്ടേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ നമുക്ക് ശരിക്കും ലജ്ജ തോന്നാണ്. ശരിക്കും എന്തിനാണ് ഇവർ പെൺകുട്ടികളെയും യുവത്വത്തിനെയും ഒക്കെ വലിച്ചു മുറുക്കുന്നത്, പിന്നിലേക്ക് കൊണ്ടുവന്നത്? പിന്തിരിപ്പൻ ആശയങ്ങളല്ലേ ഇതൊക്കെ പറയുന്നത്? ഡാൻസ് ചെയ്യാനും ആ പണ്ട് കാലം മുതൽക്കേ ഞാൻ മനസ്സിലാക്കുന്നത് കല്യാണങ്ങളിലുമൊക്കെ തന്നെ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അത് ആണും പെണ്ണെല്ലാം ചേർന്നിട്ട് തന്നെ ആയിരിക്കാം. അതൊന്നും ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ഈ ആധുനിക കാലത്തും ഇവർ പറയുന്നത് ഇതൊന്നും പാടില്ല. എന്താണ് ഇത് ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവർ പറയട്ടെ. ഞാനിതാ താങ്കളിലേക്ക് വീണ്ടും വരാം. ഇവിടെ അബ്ദുൽ ഹമീദ് പറപ്പൂർ പറഞ്ഞോളൂ. ഞാനാ പറയാൻ പറഞ്ഞ? ഓ പറഞ്ഞോളൂ. ഹലോ പറയൂ. ഹലോ അല്ല, ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. ഈ പിന്നെ സദാചാരത്തിൻ്റെ പേരിൽ ഈ അടുത്ത ദിവസം ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ പിന്നെ ആളുകൾ ആത്മഹത്യയിലേക്ക് നയിച്ചു. എന്ത് സദാചാരമാണിത്? ആളുകളെ പിന്നെ ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുമ്പോൾ അവിടെ പോയിട്ട് അവരെ കൊല്ലലോ, അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ ആത്മഹത്യയിലേക്ക് നയിക്കലോ. കുറച്ച് മുമ്പേ ഒരു സെയ്ദ് ബാബ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ പിന്നെ ഇലക്ട്രിക് തൂണിൽ വെച്ചിട്ട് കൊന്ന്. സദാചാര ഗുണ്ടകൾ. ഇതൊക്കെയാണോ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത്? ഇതാണോ സദാചാരം? ആണും പെണ്ണും ഇരുന്ന് സംസാരിക്കാൻ പാടില്ലേ? സൂറാത്ത്, അപ്പൊ ശരി, നമുക്ക് ഞാൻ വീണ്ടും വരാം.